നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ 108ാം ജന്മദിനം ലീഡർ കൈത്താങ് ഫൗണ്ടേഷൻ മലപ്പുറം കേരളയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻജിയുടെ 108ാം ജന്മദിനം ലീഡർ കൈത്താങ് ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു. ജന്മദിനാഘോഷ പരിപാടികൾ തിരൂർ നൂർലേക്ക് പാർക്കിൽ നടന്നു. ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഓർമ്മപരമായി പരിസ്ഥിതി പ്രവർത്തകൻ നൂർ മുഹമ്മദ് നൂർലേക്കിന്റെ സാന്നിധ്യത്തിൽ മുൻ എംപിയും പ്രമുഖ ഗാന്ധിയനുമായ സി ഹരിദാസ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലീഡർ കൈത്താങ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് യൂസഫ് ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വേട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു രമേശ് ഭദ്രദീപം കൊളുത്തുകയും ലീഡറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഷ്റഫ് MK, ലീഡർ കൈത്താങ് ചാരിറ്റി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി വിഷൻ തിരൂർ സ്വാഗതം പറയുകയും ട്രഷറർ രാധാകൃഷ്ണൻ പടാട്ടിൽ നന്ദി പറയുകയും ഭാരവാഹികളായ CK കുമാരൻ, ഡോക്ടർ മസ്താൻ ഹാജി മുതുവാട്ടിൽ, S വിശാലം, ആമിന മോൾ, വിനീത, മനോജ് T, നന്ദകുമാർ, ബാലൻ, സമീർ കാസർഗോഡ്, അനുശ്രീ, രാജിമോൾ തിരുവനന്തപുരം, ഷബീർ നെല്ലിയാളി, കാർത്തിയായനി ടീച്ചർ, സതീശൻ പള്ളപ്പുറം, ഷെഫീഖ് പാണക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. നല്ല രീതിയിൽ അത് പരിപോഷിപ്പിക്കാനും കൂടി നമുക്ക് സാധിക്കട്ടെ, ഇതൊരു തുടക്കമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് 108ാമത് ലീഡർ അനുസ്മരണം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. 108ാമത് ജന്മദിനമാണ് പ്രിയങ്കരനായ ലീഡറുടേത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കൂടിയായ ഹരിദാസേട്ടൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. മിനിയാന്ന് ഞാൻ ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വരാമെന്ന് ഏറ്റു. നമ്മുടെ ഈ ക്ഷണം അത് ഗൗരവതരമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഒട്ടനവധി പരിപാടികളുള്ളത് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. ആ വരവിനെ നന്ദിയും കടപ്പാടും ഈ സംഘടന വേണ്ടി അറിയിക്കുക. തൃശ്ശൂർ ഒരുപാട് മാരാമാരുടെ കുടുംബമുണ്ട്, അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സീതാറാം മില്ല് എന്നൊരു മില്ലുണ്ട് അവിടെ. ആ മില്ലിൻ്റെ ബോർഡൊക്കെ എപ്പോഴും ഉണ്ട്, സാധനമൊക്കെ നശിച്ചു പോയി. ആ മില്ലിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി നല്ല സുമുഖന ചെറുപ്പക്കാരൻ ആ മില്ലിൻ്റെ മുമ്പിൽ പീഡിയയുടെ അവിടെ പോയിരിക്കും. ആ പീഡിയക്കാരനോട് ഒരു 10 മണിയായാൽ എനിക്കൊരു ചായ വേണമെന്ന് വന്ന് കുറ്റിയും പറിച്ചിട്ട് ചായ കൊടുക്കും. ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഈ തലമുറ മനസ്സിലാക്കണം എങ്ങനെയാണ് INDC ഒക്കെ ഉണ്ടാക്കിയത്. ഉച്ചയ്ക്കും പറയും എനിക്ക് വിശക്കണം, കൊടുക്കും, വൈകുന്നേരം കൊടുക്കും. അങ്ങനെ അവിടെ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുകയാണ്. INDCയുടെ കേരളത്തിൽ ആദ്യമായി INDC യൂണിയൻ തുടക്കം കൊടുക്കേണ്ട പ്രിയപ്പെട്ട ലീഡറാണ്. അതിൻ്റെ ഇടയ്ക്കാണ് സാമ്പത്തികമായി കഴിവുള്ള ഒരു നായർ കുടുംബത്തിലെ പെൺകുട്ടി അവിടെ ജോലിക്ക് പോകും. അതിൻ്റെ മുമ്പ് കൂടെ കല്യാണം കുട്ടിയാണ് ജോലിക്ക് പോകും. ഈ സ്ത്രീക്ക് ലീഡറോട് സ്നേഹം തോന്നി. അങ്ങനെ രണ്ടുപേരും സ്നേഹത്തിലായി. ഇന്നത്തെ പോലെ നടക്കില്ലല്ലോ അന്ന്. എന്തായാലും ശരി, വിവാഹം കഴിച്ചു. ആദ്യം തൃശ്ശൂർ താമസമാക്കി, പിന്നെയുള്ള പ്രവർത്തനം തുടങ്ങുകയാണ്. ചെയ്തിട്ട് ഈ പ്രവർത്തനം എല്ലാ ജനങ്ങളിലേക്കും എത്തട്ടെ, നല്ല നല്ല അവർക്ക് വേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്താൻ സാധിക്കട്ടെ. ഏതായാലും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തുനിന്നും ദൂരെന്നും ഒക്കെ ഉള്ള ആളുകളൊക്കെ ഇതിനൊക്കെ ഭാഗവാക്കായി അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇനിയും ദൂരം ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ആദർശധീരനായ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. പലപ്പോഴും അവിടെ വന്നോന്നും അറിയില്ല. പിന്നെ അദ്ദേഹം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പൊന്നാനിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മദ്യശാപ്പ് വരാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ വന്നോന്നും അറിയില്ല, വന്നിട്ടില്ല. പിന്നെ അതായത് അങ്ങനെയുള്ള
ഇതിനെ ശക്തിയായി എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ നമുക്ക് എല്ലാവിധ ഈ കയറ്റാൻ പിന്നെ എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട പ്രവർത്തനത്തിന് വേണ്ട ഫണ്ട് സഹായങ്ങൾ നമുക്ക് എത്തിച്ചേരും. അത് പരമാവധി നമുക്ക് നല്ല രീതിയിൽ ഇതുവരെ ഉപയോഗിച്ച പോലെ തന്നെ മറ്റുള്ളവർക്കൊരു കൈത്താങ്ങായിട്ടൊരു പ്രതീക്ഷയായിട്ട്. അബ്ദുൽ സലാം, ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.